നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്ന മരുന്നുകൾ, മൂർച്ചയേറിയ വസ്തുക്കൾ, പലതരം കളിപ്പാട്ടങ്ങൾ ഇവയെല്ലാം വാങ്ങുമ്പോൾ അവയുടെ പാക്കറ്റിന്റെ പുറത്ത് ഒരു വാചകം എഴുതിയിട്ടുണ്ടാകും. കുട്ടികൾക്ക് എത്തിപ്പെടാനാകാത്ത ദൂരത്ത് സൂക്ഷിക്കുക. അവ കുട്ടികളുടെ കയ്യിൽ എത്തിപ്പെട്ടാൽ, അറിവില്ലാത്ത ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ എത്തിപ്പെട്ടാൽ അവർക്ക് അപകടമുണ്ടായേക്കാം എന്നുള്ളതാണ് ആ സുരക്ഷാ വാചകത്തിന്റെ അർത്ഥം. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ കാർ ഉണ്ടെങ്കിൽ, ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിൽ, ഇവയുടെ താക്കോൽ നിങ്ങൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? കുട്ടികൾക്ക് ഈസിയായി എത്തുന്ന സ്ഥലത്ത് നിങ്ങൾ ആ താക്കോൽ സൂക്ഷിച്ചാൽ എന്തായിരിക്കും നമ്മുടെ വീട്ടിൽ അവർ ആ താക്കോൽ എടുത്ത് എങ്ങനെയായിരിക്കും അവർ ഉപയോഗിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മാനസികമായും ശാരീരികമായും പക്വതയെത്താത്ത നമ്മുടെ കുട്ടികൾ, വീഡിയോ ഗെയിം ഉപയോഗിച്ച് കളിച്ച് പരിശീലിച്ച നമ്മുടെ കുട്ടികൾ ഒരു ടൂ വീലർ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള അപകടങ്ങളാകാം ഉണ്ടാകുന്നത്? പല സാഹചര്യങ്ങളിൽ നമ്മൾ കുട്ടികളെ വീട്ടിൽ തനിച്ചിരുത്തി പുറത്തു പോകേണ്ടി വരുമ്പോൾ തിരിച്ചെത്തുന്നത് വരെ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് എന്തൊരു ആധിയാണ്. അവരെന്തൊക്കെയായിരിക്കും നമ്മുടെ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നത്? അവരുടെ അന്നേരത്തെ ആ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി എന്തൊക്കെ കുസൃതികൾ നമ്മുടെ വീട്ടിൽ അവർ ചെയ്തു കൂട്ടാം? ഇതുപോലെയൊക്കെ തന്നെയുള്ള അപകട സാധ്യതകളുമില്ലേ ഈ കുട്ടികൾ വാഹനമെടുത്ത് പുറത്തേക്ക് പോയാൽ? ഒരു വീഡിയോ ഗെയിമിൽ ഒരു തെറ്റ് സംഭവിച്ചു എന്നതുകൊണ്ട് യാഥാർത്ഥ്യത്തിൽ ഒരു പ്രത്യാഘാതവും അവന് ജീവിതത്തിൽ അനുഭവപ്പെടുന്നില്ല. എന്നാൽ അവൻ വാഹനം ഓടിച്ച് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ സംഭവിക്കുന്ന ചെറിയൊരു പിഴവ് മൂലം അവന്റെ ജീവനോ ഒരുപക്ഷെ മറ്റുള്ളവരുടെ ഒരു ജീവനോ ആപത്ത് സംഭവിക്കാമെന്നുള്ള വസ്തുത ഈ കുഞ്ഞ് ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ടാസ്കിംഗ് ജോബാണ്. നമ്മുടെ കണ്ണിലൂടെ കിട്ടുന്ന, ചെവിയിലൂടെ കിട്ടുന്ന വിവരങ്ങൾ വിശകലനം ചെയ്ത് നമ്മുടെ കൈകാലുകളിലൂടെ ശരിയായ വിധം പ്രവർത്തിപ്പിക്കുമ്പോഴാണ് ഒരു വാഹനത്തിന്റെ നിയന്ത്രണം സാധ്യമാകുന്നത്. ഇതിന് ദീർഘനാളത്തെ അനുഭവവും പരിചയവും അറിവും ആവശ്യമുള്ള ഒരു മേഖലയാണിത്. എന്നാൽ വളർന്നു വരുന്ന ഒരു കൊച്ചുകുട്ടിയിൽ അവന്റെ ശാരീരികവും മാനസികവുമായ വളർച്ച തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് എത്രമാത്രം ഉണ്ട്, ഇത്തരം കഴിവുകൾ അവനിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് സംശയാസ്പദമാണ്. അതുകൊണ്ടാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നമ്മൾ കൊടുക്കരുത് എന്ന് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. മറ്റൊരു കഴിവാണ് റിഫ്ലെക്സ് ആക്ഷൻ. അപ്പോഴുണ്ടാകുന്ന സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. റോഡിലെ ഓരോ സാഹചര്യവും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്ന സാഹചര്യമല്ല തൊട്ടടുത്ത നിമിഷം ഉണ്ടാകുന്നത്. ഇത് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തോട് ഈ കുട്ടിയുടെ പ്രതിപ്രവർത്തനം എന്ന് പറയുന്നത് തികച്ചും അവന്റെ ആ പ്രായത്തിനനുസരിച്ചുള്ള പക്വതക്കുറവിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രതിപ്രവർത്തനമായിരിക്കും ഉണ്ടാകുന്നത്. ഇത് എങ്ങനെ നോക്കിയാലും ഒരു അപകടത്തിലേക്ക് അവനെ നയിച്ചേക്കുമെന്നുള്ളത് മുൻകാല അനുഭവങ്ങൾ ധാരാളമുണ്ട്. സുരക്ഷിതമായി വാഹനം ഓടിക്കുന്നതിന് ഗതാഗത നിയമങ്ങൾ അറിയണം, റോഡ് മാർക്കിങ്സ് അറിയണം, റോഡിലെ സൈനേജസ് അറിയണം, വാഹനത്തിന്റെ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള ശരിയായ അറിവുണ്ടാകണം. ഇവയിലെല്ലാം വളരെ പരിമിതമായ എക്സ്പോഷർ ഉള്ള ഒരു കുട്ടിക്ക് ഒരു വാഹനം എങ്ങനെ സുരക്ഷിതമായി റോഡിൽ ഓടിക്കാൻ കഴിയും? റോഡിലെ വിവിധ ശബ്ദങ്ങളും കാഴ്ചകളും ശരിയായി വ്യാഖ്യാനിക്കേണ്ടത് സുരക്ഷിതമായ ഒരു ഡ്രൈവിങ്ങിന് വളരെ പ്രധാനമാണ്. റോഡിലെ മറ്റു വാഹനങ്ങളുടെ ദിശ, വേഗത, സാമീപ്യമെല്ലാം കൃത്യമായി അവലോകനം ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് ശരിയായ ഡ്രൈവിങ്ങിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഇത് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിക്ക് എത്രമാത്രം ചെയ്യാൻ കഴിയുമെന്നുള്ളത് വളരെ സംശയാസ്പദമാണ്. ഇതും കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ കൊടുക്കരുത് എന്നുള്ള ഇതിന്റെ ഒരു അടിസ്ഥാന പാഠമാണ്. ഒരു മുതിർന്നയാളും ഒരു കുട്ടിയും ഒരേപോലെ വീഴുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ കുട്ടിക്കായിരിക്കും കൂടുതൽ പരിക്ക്. അവന്റെ ശരീരഭാഗങ്ങൾ വളർന്നു വരുമ്പോൾ അവ ഒടിയാനും തലയാണിടിക്കുന്നതെങ്കിൽ കൂടുതൽ പരിക്ക് തലക്കേൽക്കാനും ഒരുപക്ഷെ റിക്കവറി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവനെ എത്തിക്കാനും സാധിച്ചേക്കാം. ഇത് റോഡപകടത്തിന്റെ ഒരു അടിസ്ഥാന പ്രമാണമാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് വാഹനം റോഡിൽ ഓടിക്കാൻ കൊടുക്കരുത് എന്ന് പറയുന്നതിന്റെ മറ്റൊരു കാര്യം. ഒരു 10ാം ക്ലാസ്സുകാരനെ ടൂ വീലർ ഓടിച്ച് പിടിച്ചപ്പോൾ അതിന്റെ അച്ഛനെ ഓഫീസിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, എന്റെ കുഞ്ഞ് മെയിൻ റോഡിലല്ലല്ലോ സാറേ വാഹനം ഓടിച്ചത് എന്നുള്ളത്. അപ്പോൾ പൊതു ഇടം എന്നുള്ളതിന്റെ വ്യാഖ്യാനം ആ പിതാവിന് അറിയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. എന്താണ് പൊതു ഇടം? പൊതുജനങ്ങൾക്ക് കടന്നു ചെല്ലാൻ അവകാശമുള്ള ഏതൊരു സ്ഥലവും പൊതു ഇടം അല്ലെങ്കിൽ പബ്ലിക് പ്ലേസ് ആണ്. അവിടെ ഓടിക്കുന്നതിന് ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ്.
ഈ കുട്ടിയെ കുഞ്ഞുനാളിലെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് ഈ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ്. ഒരു തമാശയ്ക്ക് പഠിപ്പിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. പക്ഷെ ഒരു തമാശയ്ക്ക് പഠിപ്പിക്കേണ്ട ഒന്നല്ല ഡ്രൈവിംഗ്. അവന്റെ പ്രായത്തിനനുസരിച്ചുള്ള അറിവുകളാണ് ഏതൊരു കുട്ടിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് ഡ്രൈവിംഗ് അല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് പ്രായപൂർത്തിയായ ഒരാൾക്ക് മാത്രം പകർന്നു കൊടുക്കേണ്ട ഒരു അറിവാണ്. 2019 മോട്ടോർ വാഹന നിയമത്തിന്റെ അമെൻമെന്റ് പ്രകാരം കടുത്ത ശിക്ഷയാണ് കുട്ടികൾ വാഹനം ഓടിച്ചാൽ നൽകിയിട്ടുള്ളത്. ഒരു കുട്ടി വാഹനം ഓടിക്കുന്നത് ആ കുട്ടിയുടെ രക്ഷകർത്താവിന്റെയോ ആ വാഹന ഉടമയുടെയോ അറിവോടുകൂടിയാണ് എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. ഇതിന്റെ ശിക്ഷാ നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മറ്റേതൊരു കുറ്റത്തിന് നൽകുന്നതിനേക്കാൾ കടുത്ത ശിക്ഷയാണ് ഇതിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഈ വാഹന ഉടമയ്ക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ ഈ രക്ഷകർത്താവിന് 25,000 രൂപ പിഴയും കൂടാതെ 3 വർഷം തടവും. ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 1 വർഷം വരെ റദ്ദ് ചെയ്യണം. കൂടാതെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിനുള്ള ശിക്ഷ വേറെ. ഈ കുട്ടിക്ക് 25 വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്നതിനുള്ള നിയമപരമായ തടസ്സം. ഇത് കൂടാതെ തന്നെ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം മറ്റെന്തൊക്കെ ശിക്ഷ കൊടുക്കാവോ അതല്ല. ഇങ്ങനെ പലതരം ശിക്ഷാവിധികളാണ് കുട്ടികൾ വാഹനം ഓടിച്ചാൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഒരു കുട്ടിയെ, നമ്മുടെ കുഞ്ഞിനെ നിയമപരമല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ അവനത് ഒരു പാഠമാവുകയാണ്. നാളെ ഇതിനേക്കാൾ വലിയ കുറ്റങ്ങൾ ചെയ്താലും ഒന്നും സംഭവിക്കില്ല, ഞാൻ പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു മാനസികമായ ഒരു വിവരത്തിലേക്കാണ് ആ കുഞ്ഞ് എത്തിച്ചേരുന്നത്. കുട്ടികളെ നമ്മൾ സ്നേഹിക്കണം. ലവ് ദം ബട്ട് പ്രൊട്ടക്ട് ദം.